മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവനെ രക്ഷിപ്പാൻ തന്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിലേക്ക് അയച്ചു തന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. മഹത്വസമ്പൂർണനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ ഏവരെയും അറിയിക്കുകയും ചെയ്യട്ടെ. ഇത്ര വലിയവനായൊരു ദൈവത്തെ നമുക്ക് ദൈവമായി ലഭിച്ചതുകൊണ്ട് നാം ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തന രചയിതാവ് പറയും പോലെ യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. നമ്മുടെ ഭാഗ്യം നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയിലോ ധനാഢ്യതയിലോ വിദ്യാസമ്പന്നതയിലോ അങ്ങനെയുള്ള യാതൊന്നിലുമല്ല. നമ്മുടെ ദൈവം ആരാണ്, നാം ഏത് ദൈവത്തിന്റെ ജനമാണ് എന്നുള്ളതിലാണ് നമ്മുടെ ഭാഗ്യകരമായ അനുഭവം നിലനിൽക്കുന്നത്. സ്തോത്രം. പണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ our God is a universal God, not a local God. Our God is a God of no frontiers. He is beyond all limitations and he is beyond all boundaries. He is beyond geographical limitations, linguistic limitations and so on. ലോകത്തിലുള്ള ഒത്തിരി ദൈവങ്ങൾ പരിമിതരാണ്. അവരുടെ അധികാരവും അറിവും സ്വാധീനവും ഒക്കെ സീമിതമാണ്. ചിലർക്ക് അവരുടെ ജുറിഡിക്ഷൻ കുറച്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ പോലീസ് സ്റ്റേഷൻ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, സീമാ സമാപ്ത്. ഇന്ന പോലീസ് സ്റ്റേഷന്റെ പരിധി ഇവിടം കൊണ്ട് തീരുന്നു. നമുക്കറിയാമല്ലോ, ചില കേസുകളൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻകാർ ഏറ്റെടുക്കാറില്ല. അതുപോലെ 2 ജില്ലകളുടെ ബൗണ്ടറിയിലോ 2 സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ ബൗണ്ടറിയിലോ ഒക്കെയുള്ള റോഡുകൾക്ക് ഒരു വികസനവും ഇല്ല. അത് നിങ്ങളുടേതാ ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കും. ഇതുപോലെയാ ലോകത്തിലെ പല ദൈവങ്ങളും. അവയൊക്കെ ഭൂമിശാസ്ത്രപരമായി പരിമിതപ്പെട്ടിരിക്കുന്നവരാണ്. ഭാഷാപരമായ പരിമിതികൾ അവർക്കൊക്കെ ഉണ്ട്. ചില ദൈവങ്ങൾക്ക് ചില പ്രത്യേക ഭാഷ പറഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു ഭാഷയെ അറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ദൈവം ഇങ്ങനെയെല്ലാമുള്ള പരിമിതികൾക്ക് അതീതനായ ഒരു സാർവത്രികമായ, ഒരു ഭൗഗോളികമായ, സാർവലൗകികനായ ഒരു ദൈവമാണ്. Our God is a universal God against local gods. സ്തോത്രം. നമ്മുടെ ദൈവം ലോക്കൽ അല്ല, നമ്മുടെ ദൈവം യൂണിവേഴ്സൽ ആണ്. പ്രൈസ് ഗാഡ്. അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് ദൈവമായി ലഭിച്ചല്ലോ. അതാണ് നമ്മുടെ ഭാഗ്യം. സ്തോത്രം. അതാണ് നമ്മുടെ സാഫല്യം. അതിൽ നാം എല്ലായ്പ്പോഴും പ്രശംസിക്കുന്നവരാവുക. അപ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റുക, സ്തോത്രം, ക്രിസ്തുവേശു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിപ്പിക്കുന്നില്ല.
ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും എന്നിങ്ങനെ തുടങ്ങി 3:17 മുതൽ യഹോവയിൽ ഞാൻ സന്തോഷിക്കും. സ്തോത്രം. രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഉല്ലസിച്ച് ആനന്ദിക്കും, അല്ലെങ്കിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവമാണ് നമ്മുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം, നമ്മുടെ ഭാഗ്യത്തിന്റെ നിദാനം. സ്തോത്രം. ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം അതിൽ നിന്ന് കണ്ടത്, ദൈവം യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. സ്തോത്രം. അനന്തരം ഹിയർ കംസ് അനദർ വിഷൻ, ഹിയർ കംസ് അനദർ റെവലേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് വൺ. ആദ്യത്തെ വെളിപ്പാടിന് ശേഷം അടുത്ത വെളിപ്പാട് യോഹന്നാന് ലഭിക്കുകയാണ്. അനന്തരം. സ്തോത്രം. ആദ്യത്തെ വെളിപ്പാട് നാം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 10-ാമത്തെ വാക്യം മുതൽ. ഉയർത്തെഴുന്നേറ്റ, തേജസ്കരിക്കപ്പെട്ട, വർണ്ണനാതീതമായ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്രിസ്തു ദർശനമായിരുന്നു 1-ാമത്തേത്. അവനെ കണ്ടിട്ട് ഞാൻ അവന്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീണു. പണ്ട് ഭൂമിയിലായിരുന്ന സമയത്ത്, സ്തോത്രം, ചിലപ്പോൾ ഒരു 60 വർഷത്തിന് മുമ്പ്, ഈ സംഭവത്തിന് ഏകദേശം 60 വർഷത്തിന് മുൻപ്, യേശുവിന്റെ മാറോട് ചാരി ഒരുപക്ഷെ താടിയൊക്കെ തടവിക്കൊണ്ട് സ്വകാര്യം പറഞ്ഞ യോഹന്നാനാണ്. പക്ഷേ ഇപ്പോൾ പത്മോസിൽ വെച്ച് ഏകനായി ഉള്ള സമയത്ത് കണ്ടപ്പോൾ മടിയിലിരിക്കാനോ മാറത്ത് ചാരാനോ താടി തടവാനോ ഒന്നും യോഹന്നാന് ധൈര്യം വരാത്തതുപോലെ, ആ മഹത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവനായി മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു വീണു. ആ ദർശനമാണ് 1-ാമത്തേത്. അനുബന്ധമായി 2 അധ്യായങ്ങളിലായി 7 സഭകളോടുള്ള ദൂതുകളും. ഈ 1-ാമത്തെ വെളിപ്പാടിന് അനന്തരം ഞാൻ മറ്റൊരു ദർശനം കാണുന്നു. സ്തോത്രം. അതാണ് നാം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. സ്തോത്രം. So God was preparing John for another vision. സ്തോത്രം. ഇത് ഒരു ആത്മീയ അനുഭവമായി കൂടെ നാം മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പറയാറുള്ള പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിമുഖം, ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടൽ എന്ന പദത്തിന് അർത്ഥമുണ്ടെങ്കിലും ദൈവത്തോട് ഏറ്റുമുട്ടലല്ല, പകരം മുഖാമുഖം കാണുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഒരു ഇന്റിമസിയാണ്. വളരെ അടുത്ത് ദൈവത്തോട് ഇടപഴകുന്ന, വ്യക്തിപരമായി ദൈവത്തോട് ഇടപഴകുന്ന ഒരവസ്ഥയാണ് ഈ എൻകൗണ്ടർ. അത് ഒന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരിക്കൽ ആ ഒരു അഭിമുഖം ദൈവവുമായിട്ടുണ്ടായാൽ അതുകൊണ്ട് നാം തൃപ്തരാകരുത്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. തുടർമാനമായി നമുക്ക് അനുഭവം ഉണ്ടാകണം. സ്തോത്രം. So personal encounter with God should repeatedly occur in our lives. Here John had a personal encounter, but that was not finished though with only one.
it continued again and again. All through this book we see it. ആ ഒരു പ്രത്യേക അനുഭവം യോഹന്നാന് ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് നമുക്കും വേണം. ഒരു അനുഭവം കൊണ്ട്, ഒരിക്കലത്തെ ആത്മീയ അനുഭവം കൊണ്ട് നാം തൃപ്തരാകരുത്. അത് ആവർത്തിക്കപ്പെടണം. അത് തുടർമാനമായി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഇവിടെ അതാണ് യോഹന്നാന് അനന്തരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർമാനമായ ദർശനത്തിനായി, വെളിപ്പാടിനായി ദൈവം യോഹന്നാനെ ഒരുക്കുന്നു. എങ്ങനെ? സ്വർഗം തുറന്ന്, with an open door of heaven. That is preparing John for another encounter with God. Moreover, a special personal experience with God. ദൈവത്തോടൊപ്പമുള്ള വ്യക്തിപരമായ പ്രത്യേകമായ അനുഭവത്തിനായി ദൈവം യോഹന്നാനെ ഇവിടെ ഒരുക്കുകയാണ്. അതിന്റെ ഭാഗമായി നാം കാണുന്നു, ഒന്നാമത് സ്വർഗം തുറക്കുന്നു. നാം തുറന്ന സ്വർഗവാതിൽ കാണുന്നു. രണ്ടാമത് നാം കാണുന്നു, സ്തോത്രം, കാഹളത്തിനൊത്ത നാദം. There comes a call. യോഹന്നാനെ ദൈവം വിളിക്കുന്നു. യോഹന്നാനെ ദൈവം വിളിക്കുന്നു, ഇവിടെ കയറി വരിക. സ്തോത്രം. That was another preparation. That was a personal rapture for John. യോഹന്നാന് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു ഉൽപ്രാവണമാണത്. സ്വർഗത്തിലേക്ക് പോവുക. നമ്മൾ കണ്ടതുപോലെ ശരീരത്തോടുകൂടെയോ അല്ലാതെയോ എന്ന് നമുക്കും അറിയത്തില്ല, യോഹന്നാനും അറിയില്ല. യോഹന്നാൻ അത് പറഞ്ഞിട്ടില്ലെങ്കിലും പൗലോസ് അത് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കോ നമുക്കോ അറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം അറിയാം, ഹിസ് സ്പിരിറ്റ് വാസ് ഫുള്ളി controlled by the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതാണ് ഞാൻ ആത്മവിവശനായി അല്ലെങ്കിൽ ഞാൻ ആത്മാവിലായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. He was fully controlled by the Spirit of God. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണമായി നിയന്ത്രിതനായി താൻ തീർന്നു. തൻ്റെ ചിന്തകൾ, വികാര വിചാരങ്ങൾ തുടങ്ങി ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റി, സമ്പൂർണമായ തൻ്റെ വ്യക്തിത്വം ദൈവാത്മാവ് ഏറ്റെടുത്തു. പൂർണ്ണമായും നിയന്ത്രണത്തിലായി. കാഴ്ചയും ശ്രവണവും പ്രതികരണവും ഉൾപ്പെടെ എല്ലാം. സ്തോത്രം. അങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാണ് യഥാർത്ഥമായ ദർശനത്തിലേക്ക് വരുന്നത്. അതാണ് നാം കണ്ടത്. ആദ്യം സിംഹാസനമാണ് കാണുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട്, ആ സിംഹാസനം ഒഴിഞ്ഞതല്ല, ഒരുവൻ അതിനെ നിറച്ചിരിക്കുന്നു. സിംഹാസനം നിറഞ്ഞൊരുവനുണ്ട്. അത് നമ്മുടെ ദൈവമാണെന്ന് നാം കണ്ടു. യഹോവ വാഴുന്നതിൻ്റെ പ്രതീകമായി നമുക്ക് നമ്മുടെ ദൈവത്തെ സിംഹാസനസ്ഥനായി കാണാം. ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും പൂർണ്ണ നിർവചനം സാധ്യമല്ല. ആ കാര്യങ്ങളും നാം കണ്ടു. സ്തോത്രം. ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്,
ഓർമ്മ കാണുമല്ലോ. വെളിപ്പെടുത്തിയ ദൈവം, സ്വയം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ദൈവം. സെൽഫ് റിവീലിംഗ് ഗാഡ്, തന്നെ താൻ വെളിപ്പെടുത്തുന്ന ദൈവം. കാരണം ദൈവം തന്നെ ദൈവത്തെ വെളിപ്പെടുത്താതെ നമുക്കാർക്കും ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയില്ല. സ്തോത്രം. ദൈവത്തെ അറിയാൻ ഒറ്റ ഒരു മാധ്യമമേ ഉള്ളൂ, വെളിപ്പാട്. There is only one media through which we can know God, and that is revelation. Revelation. സ്തോത്രം. ഓർമ്മ കാണും, തിരുവചനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സുകളിലെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ട് how did we get this Bible, this word of God? 3 പദങ്ങൾ ഓർമ്മ കാണും. വെറും അത് പദങ്ങളല്ല, 3 പ്രക്രിയകളാണ്. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഇൻസ്പിറേഷൻ, ഇല്യൂമിനേഷൻ, and one more. Revelation. Yeah. Revelation is the first one, then comes inspiration, then illumination. വെളിപ്പാട്. നമുക്ക് എങ്ങനെയാണ് വചനം ലഭിച്ചത്? വെളിപ്പാടിനാൽ, ബൈ റെവലേഷൻ. രണ്ടാമത്തെ ഭാഗമാണ് ദൈവനിശ്വാസീയതയാൽ, ബൈ ഇൻസ്പിരേഷൻ. 3, ഇന്ന് നമുക്ക് വേണ്ടത് ഇല്യൂമിനേഷൻ ആണ്, പ്രകാശനമാണ്. സ്തോത്രം. അതിനെ വളരെ സരളമായി ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വെളിപ്പാടിനാൽ ദൈവത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരിലേക്കും അവരുടെ മനസ്സിലേക്ക്. ഇൻസ്പിരേഷൻ അഥവാ നിശ്വാസീയതയാൽ, ദൈവനിശ്വാസീയതയാൽ വെളിപ്പാട് പ്രാപിച്ചവരുടെ മനസ്സിൽ നിന്ന് പുസ്തകത്തിലേക്കും. ഇല്യൂമിനേഷൻ അഥവാ പ്രകാശനത്താൽ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന, കേൾക്കുന്ന നമ്മുടെ അന്ധക്കരണത്തിലേക്കും വചനമെത്തുന്നു. സ്തോത്രം. അതിൽ ഒന്നാമത്തേതാണ് എന്തോ? 1, ദൈവവചനമായ ബൈബിൾ നമുക്ക് എങ്ങനെ ലഭിച്ചു? അതിന്റെ 3 മാധ്യമങ്ങളാണ് പറഞ്ഞത്. റെവലേഷൻ അഥവാ വെളിപ്പാട്, ഇൻസ്പിരേഷൻ അഥവാ നിശ്വാസീയത, 3 ഇല്യൂമിനേഷൻ അഥവാ പ്രകാശനം. ഈ 3 മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് തിരുവെഴുത്തുകൾ ലഭിച്ചത്. അതായത് വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവം ചില പ്രത്യേക വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിവാക്കി കൊടുത്തു. അപ്പോൾ വെളിപ്പാടിനാൽ ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിലേക്ക് ദൈവിക സത്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. രണ്ടാമത്തേത് നിശ്വാസീയതയാണ്, അഥവാ ശ്വാസം എന്ന് പറയാം. നിശ്വാസീയത, ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവം വെളിപ്പെടുത്തി കൊടുത്തവരുടെ ഉള്ളിൽ നിന്ന് പുസ്തകത്തിലേക്ക്, പേപ്പറിലേക്ക് അത് എഴുതപ്പെടുന്നു. അതെങ്ങനെയാണ്? നിശ്വാസീയതയാൽ. അങ്ങനെ വെളിപ്പാടിനാൽ ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവായി, അവർക്ക് ദൈവ നിശ്വാസീയത കൊണ്ട് അത് എഴുതുവാൻ വരം ലഭിച്ചു. അങ്ങനെ ദൈവനിശ്വാസീയതയാൽ ബൈബിൾ എഴുതപ്പെട്ടു. എന്നാൽ ഇന്ന് ഇത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്ക് ഇത് ഗ്രഹിക്കണമെങ്കിൽ, ഈ തിരുവെഴുത്തുകൾ പേപ്പറിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്താവശ്യമുണ്ട്? പ്രകാശനം. സ്തോത്രം. ഇല്യൂമിനേഷൻ കിട്ടിയല്ലോ. ഇപ്പം
സ്തോത്രം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൽ നിന്നും വേണ്ടത് വെളിപ്പാട് മാത്രമാണ്. ബാക്കി രണ്ടും തിരുവെഴുത്തുവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിശ്വാസീയതയും പ്രകാശനവും തൽക്കാലം നാം എടുക്കുന്നില്ല. വെളിപ്പാട്. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ ഒറ്റ മാധ്യമമേ ഉള്ളൂ. അതാണ് ഉടനെ വന്നേരെ റെവലേഷൻ. യെസ്, റെവലേഷൻ അഥവാ വെളിപ്പാട്. വെളിപ്പാടിനാൽ മാത്രമേ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റൂ. ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പല മാധ്യമങ്ങൾ വേറെയുണ്ട്. അതിലേക്കും നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം യോഹന്നാന് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഭൂമിയിലായിരുന്ന സമയത്ത്, യോഹന്നാൻ ഭൂമിയിൽ ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത സമയത്ത് തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ദൈവീക വെളിപ്പാടാണ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് കർത്താവ് അവനെ വിളിച്ചിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ പരിമിതമായ വാക്കുകളിൽ ആ ദൈവ തേജസ്സിനെ താൻ ഒന്ന് വിവരിച്ചു. 2 പദങ്ങൾ. ഒന്ന്, സൂര്യകാന്തത്തോട് ഒത്തിരിക്കുന്നു. സ്തോത്രം. സൂര്യകാന്തം നമ്മൾ ഇന്നലെ കണ്ടു. വളരെ സുതാര്യമായ ഒരു കല്ലാണത്. സ്തോത്രം. ജാസ്പർ ഈസ് എ പ്രഷ്യസ് and a special transparent stone. It is stone transparent, but it spreads its light very beautifully. ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് this jasper in its pure crystal-like light, in its transparency, stands for the perfection of God. ഈ സൂര്യകാന്തം ഇന്നലെ നമ്മൾ കണ്ടല്ലോ. 21-ാം അധ്യായത്തിൽ നിന്ന് സ്വച്ഛ സ്ഫടികം പോലെയാണ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ വളരെ വലിയ പ്രകാശം പരത്തുന്ന ഒരു വെള്ളക്കല്ലാണിത്. വെള്ളക്കല്ല് എന്നല്ല, പ്രത്യേകിച്ച് നിറമില്ലാത്ത, ഓക്കെ, വെള്ളക്കല്ലെന്ന് ഉദ്ദേശിച്ചത് പ്രത്യേക നിറമില്ലാത്ത കണ്ണാടി പോലെ ഇരിക്കുന്ന ഒരു സുതാര്യമായ കല്ല്, വിലയേറിയ കല്ല്. അതിനെപ്പറ്റി വേദപണ്ഡിതാക്കൾ പറയുന്നത് ആ സുതാര്യമായ സൂര്യകാന്തം എന്ന വജ്രം എന്ന വിലയേറിയ കല്ല് ദൈവത്തിന്റെ പരിപൂർണതയെ, ദൈവത്തിന്റെ തികവിനെ കാണിക്കുന്നതാണെന്ന്. ഒരു ഊനവുമില്ലാതെ വളരെ കൃത്യതയോടെ, പ്രത്യേക നിറമില്ലാത്തതാണെങ്കിൽ കൂടെ ഏറെ മനോഹരമായ സൂര്യകാന്തം എന്ന വിലയേറിയ കല്ല് അല്ലെങ്കിൽ വജ്രം അല്ലെങ്കിൽ മുത്ത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. ദൈവത്തിന്റെ ആളത്വത്തിന്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. ഊനമില്ലാത്തവൻ, പൂർണ്ണനായവൻ, പരിപൂർണനായവൻ, സകലത്തിലും പരിപൂർണനായവൻ, വിശേഷിച്ച് തൻ്റെ പരിശുദ്ധിയിൽ പരിപൂർണനായവൻ.
സ്തോത്രം. So jasper stands for the perfect holiness of God, perfection in his being, in his personality. ദൈവത്തിന്റെ ആളത്വത്തിലെ, ദൈവത്തിന്റെ പ്രകൃതത്തിലെ, ദൈവത്തിന്റെ വിശുദ്ധിയിലെ, ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഒക്കെ പൂർണ്ണതയെ കാണിക്കുന്നതായി സൂര്യകാന്തം നിൽക്കുന്നു, അതിന്റെ സ്വഭാവം കൊണ്ട്. മറ്റൊന്ന് താൻ പറഞ്ഞത് എങ്ങനെ? പത്മരാഗം. സ്തോത്രം. പത്മരാഗം. പത്മരാഗത്തിന്റെ നിറവും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. റെഡിഷ്. സ്തോത്രം. ബ്ലഡിഷ്. രക്തത്തിൻ്റെതുപോലെ ചുമന്നത്, തീക്കനലിന്റെ, സ്തോത്രം, തീക്കനലിന്റെ നിറമുള്ള ഒന്നാണ് ഈ സാഡൈൻ സ്റ്റോൺ, പത്മരാഗം എന്ന വജ്രം അഥവാ കല്ല്. വേദപണ്ഡിതാക്കൾ അതിന് കൊടുക്കുന്ന നിർവചനം അല്ലെങ്കിൽ അർത്ഥം, ഈ റെഡിഷ് ചെമപ്പ് കളർ നിറം, ആ പത്മരാഗത്തിന്റെ നിറം ദൈവത്തിന്റെ നീതിയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ഗാഡ്സ് റൈച്ചസ്നെസ്. ഗാഡ്സ് റൈച്ചസ്നെസ്. സ്തോത്രം. ദൈവത്തിന്റെ നീതിയെ കാണിക്കുന്ന ഒരു നിറമായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ നീതി പ്രധാനമായിട്ടും രണ്ട് തലങ്ങളുണ്ട് അതിന്. ഒന്ന്, നമുക്കറിയാം, പാപത്തോടുള്ള ബന്ധത്തിലും പാപിയോടുള്ള ബന്ധത്തിലും. നീതിയെപ്പറ്റി നമ്മൾ നേരത്തെ നിർവചിച്ച് പഠിച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ നീതിയിൽ പാപത്തിന് ശിക്ഷ വിധിക്കുന്നു എന്ന്. അതായത് നീതിമാനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കുവാൻ കഴിയില്ലത്രേ. The righteous God cannot let the sin unpunished. That means in his righteousness he punishes, he condemns sin. സ്തോത്രം. ഓർമ്മ കാണും, നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗം ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനം 3 24, 25, 26 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. അവന്റെ കൃപയാ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പെരുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. എന്തിനാ നീതി ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചത്? ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ, പാപത്തെ ശിക്ഷിക്കണമെന്നുള്ള രണ്ട് കാര്യമുണ്ട് അവിടെ. ഒന്ന്, പാപത്തിന് ശിക്ഷ വിധിച്ചപ്പോൾ തന്നെ ആ ശിക്ഷാവിധിയിലൂടെ അഭക്തനെ
നീതീകരിപ്പാൻ. നീതീകരിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതിന്റെ 2 പ്രദർശനങ്ങളും അവിടെയുണ്ട്. അതാണ് പത്മരാഗത്തിന്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ആ ചെമപ്പ് നിറം പ്രത്യേകിച്ച് പാപത്തിനെതിരായുള്ള ദൈവത്തിന്റെ നീതിയുടെ ജ്വലനമായി മനസ്സിലാക്കാം. സ്തോത്രം. ദൈവത്തിന്റെ നീതിയുടെ കത്തി നിൽക്കുന്ന അവസ്ഥയാണത്. ഒരു ഭാഗത്ത് പാപത്തിന് ആ നിലയിൽ ദൈവം ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ അതേ നാണയത്തിന്റെ മറുതലയ്ക്കൽ ദൈവം സൗജന്യമായി ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം അഭക്തനെ നീതീകരിച്ച് പാപം പോക്കുന്നു. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നവനെ മോചിപ്പിക്കുന്നു. അവനെ ദൈവം നീതീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ പാപത്തെ ശിക്ഷിക്കുന്നതിലും പാപിയെ വീണ്ടെടുക്കുന്നതിലും ദൈവനീതിയുടെ പ്രദർശനമുണ്ട്. സ്തോത്രം. താൻ നീതിമാനാണെന്നും തന്റെ നീതി പാപത്തിനെതിരെ ജ്വലിക്കുന്നെന്നും ആ ജ്വലനം നിമിത്തം പാപത്തിന് ക്രൂശിൽ ശിക്ഷ വിധിച്ച് ആ വീണ്ടെടുപ്പിനാൽ വിശ്വസിക്കുന്ന പാപികളെ സൗജന്യമായി നീതീകരിക്കുന്നു എന്നും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 3 പ്രദർശനങ്ങൾ നമ്മൾ കണ്ടു ക്രൂശിൽ നീതിയുടെ. ഒന്ന്, താൻ നീതിമാനാണെന്ന്. 2, അഭക്തനെ നീതീകരിക്കുന്നവനാണെന്ന്. 3, നീതിമാനാകയാൽ പാപത്തിന് ശിക്ഷ വിധിച്ചു എന്ന്. സ്തോത്രം. അപ്പോൾ പത്മരാഗത്തിന്റെ ചിത്രീകരണം അവിടെയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ JC റൈലിന്റെ ചില ഉദ്ധരണികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ട ഒരെണ്ണമാണ്, beware of manufacturing a god of your own. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൈവറ്റ് ദൈവത്തെ, സ്വന്തമായ ഒരു ദൈവത്തെ ഉണ്ടാക്കുന്നെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. A God who is all mercy but not just. ഒട്ടും നീതിയില്ലാത്ത കരുണ മാത്രമുള്ള ഒരു ദൈവത്തെയാണ് നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കുന്നതെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക, പിശകുകളുണ്ട്. If you are making a God for yourself who is all love but not holy, വിശുദ്ധനല്ലാതെ, വിശുദ്ധിയില്ലാതെ സ്നേഹം മാത്രമായിരിക്കുന്ന, സ്നേഹവാൻ മാത്രമായിരിക്കുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. A God who has a heaven for everybody but a hell for none. ആർക്കും വേണ്ടി നരകം ഒരുക്കാത്ത, എല്ലാവർക്കും വേണ്ടി സ്വർഗം മാത്രം ഒരുക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്കായിട്ട് തന്നെ ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. A God who can allow good and bad to be side by side in time, but will make no distinction between good and broad in eternity. അദ്ദേഹം പറയുന്നത്, നന്മയും തിന്മയും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച്
രണ്ടിനെയും അനുവദിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതെങ്കിൽ, ഉണ്ടാക്കുന്നതെങ്കിൽ, നന്മയെയും തിന്മയെയും തമ്മിൽ വേർതിരിച്ച് തിന്മയ്ക്ക് ശിക്ഷ വിധിക്കാതെ നന്മയും തിന്മയും ഒരുപോലെ അനുവദിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, such a God is an idol of your own, as truly an idol as any snake or crocodile in an Egyptian temple. അങ്ങനെ ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു. മിസ്രയീമിലെ ക്ഷേത്രങ്ങളിൽ വെച്ചിരിക്കുന്ന സർപ്പത്തിൻ്റെയോ ചീങ്കണ്ണി അല്ലെങ്കിൽ മുതലയുടെയോ ഒരു വിഗ്രഹം പോലെ നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ വിഗ്രഹമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം തുടരുകയാണ്, the hands of your own fancy and sentimentality have made him. നിങ്ങളുടെ കൈകൾക്ക് തോന്നിയ ഒരു സൗന്ദര്യബോധമോ നിങ്ങളുടെ ഒരു വികാരമോ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ദൈവമാണത്. He is not the God of the Bible. അത് വേദപുസ്തകത്തിലെ ദൈവമല്ല. And beside the God of the Bible, there is no God at all. ഓർത്തുകൊള്ളുക, വേദപുസ്തകത്തിലെ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവം ഇല്ലവേ ഇല്ല. പറഞ്ഞു വന്നത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം വായിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. കേവലം സ്നേഹവാൻ മാത്രമല്ല, കേവലം കരുണാമയൻ മാത്രമല്ല, നീതിമാനും കൂടെയാണ്, പരിശുദ്ധനും കൂടെയാണ് എന്ന വസ്തുത, യാഥാർത്ഥ്യം നാം മറക്കരുത്. ആ സ്വഭാവം എന്തേ കാൽവറിയിൽ പുത്രനെ തകർക്കുന്ന സമയത്ത് മാത്രം കൊണ്ട് തീർന്നോ ദൈവത്തിന്റെ നീതി എന്ന സ്വഭാവം? ഇല്ല. എന്നുവരെ കാണും? ന്യായവിധി വരെ, അല്ലെ? സ്തോത്രം. കൂടെ ഒന്ന് വന്നേരെ. നിങ്ങളെ കൂടെ കൊണ്ടുപോരാൻ വേണ്ടിയാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ആമേൻ. സ്തോത്രം. അത് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവം, ദൈവം നിത്യനായതുകൊണ്ട് നിത്യമായി തന്നെ ഉള്ളതാണ്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടം കൊണ്ട് മൺമറയുന്നതല്ല. സിൻസ് ഗാഡ് ഈസ് ഇറ്റേണൽ, ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾസോ longs for eternity, stand for eternity. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവങ്ങളും നിത്യമായി നിലനിൽക്കുന്നു. നാം നിത്യതയിൽ എത്തിയാലും ദൈവത്തിൽ ഈ വിധമായ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. ദൈവത്തിന്റെ ഒരു സ്വഭാവവും ദൈവം ത്യജിക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവവും ദൈവത്തിൽ പണ്ട് ഇല്ലാതിരുന്നിട്ടില്ല. ചിലരൊക്കെ കരുതുന്നത് യേശു വന്നതിന് ശേഷമാണ് ദൈവത്തിന് ഒരു ശകലം മാറ്റമൊക്കെ വന്നതെന്ന. ചില വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും കുറിച്ചൊക്കെ സ്വന്തം മക്കള് തന്നെ പറയാറുണ്ടല്ലോ, ഓ കൊച്ചുമക്കളോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ഞങ്ങളോടൊന്ന് കാണിച്ചായിരുന്നെങ്കിലും.
വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ആയവരിത് കേട്ടിട്ടുണ്ടായിരിക്കും മക്കളിൽ നിന്ന്. വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും കൊച്ചുമക്കളോട് ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെയാണ്. മക്കളോട് അത്രയും സ്നേഹമൊന്നും അവരുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം പറയുന്നത് പ്രായമായപ്പോൾ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായി എന്ന്. ശരിയാണ്, നമ്മുടെ സ്വഭാവങ്ങൾക്ക് പ്രായമാകും തോറും മാറ്റം ഉണ്ടാകും. നമ്മുടെ അഭിരുചികൾക്ക് മാറ്റം ഉണ്ടാകും, നമ്മുടെ സഹിഷ്ണുതയ്ക്ക് മാറ്റം ഉണ്ടാകും. അങ്ങനെ മൊത്തം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും പ്രായം കൂടുന്നതനുസരിച്ച്. കൊച്ചുകുട്ടികൾക്ക് ടിവിയിലെ കാർട്ടൂൺ പ്രോഗ്രാമാണ് ഇഷ്ടം. പ്രായം കൂടുന്തോറും ടിവിയിൽ നമ്മൾ കാണുന്ന പ്രോഗ്രാമുകൾക്ക് മാറ്റം ഉണ്ടാവുന്നു. സ്വഭാവം, രുചി ഒക്കെ മാറുക. എത്ര വലിയ വിഭവങ്ങളുള്ള ഒരു ഹോട്ടലിലോ ഒരു കല്യാണത്തിനോ ബൊഫേ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോയാൽ അവരെന്തായിരിക്കും കഴിക്കുക? നമുക്കറിയാമല്ലോ. അതേസമയം പ്രായമുള്ളവരോ ഐസ്ക്രീമും പിന്നെ എന്താ അതുപോലെയുള്ള കൊച്ചു കൊച്ചു സ്നാക്സ്. ഇനിയും സ്റ്റാർട്ടേഴ്സിലെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് ഇഷ്ടമുള്ളത്. അതൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത്. എത്രയോ പൗഷ്ടികമായ പോഷകങ്ങളുള്ള വേറെ ആഹാരം അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും അവർക്ക് വേണ്ട. ഇതുപോലെ ദൈവത്തിന്റെ സ്വഭാവത്തിന് വല്ല മാറ്റവും ഇല്ല. സ്തോത്രം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിനും ക്രൂശിൽ മരിച്ചതിനും ശേഷമല്ല വേദപുസ്തകത്തിലെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയതും സ്നേഹം വെളിപ്പെടുത്താൻ തുടങ്ങിയതും ഒക്കെ. ദൈവം അനാദിയായി തന്നെ സ്നേഹമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ആ പൂർണ്ണതയും ദൈവനീതിയുടെ പ്രദർശനവുമാണ് നാം വെളിപ്പാട് 4:3 വാക്യത്തിൽ കാണുന്നത്. സ്തോത്രം. 4-3 ഒന്നും കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം നിർത്താം. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ കണ്ട വെളിപ്പാടിന്റെ വിവരണമാണ് ഈ വാക്യത്തിൽ. അതായിരുന്നു നാം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ മരതകത്തോട് ഒക്കുന്ന പച്ചവില്ലിനെ കുറിച്ച് ഇനിയും ചിന്തിക്കാനായിട്ടുണ്ട്. ബാക്കി ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നും ഇല്ലെന്ന് കരുതട്ടെ. സിംഹാസനത്തിന് ചുറ്റും യോഹന്നാൻ ഇവിടെ കാണുകയാണ് ഒരു പച്ച വില്ല്. സ്തോത്രം. വിശദീകരണങ്ങൾ കൂടാതെ തന്നെ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. An encircling
or there was an encircling the throne. There was a halo that looked like a rainbow of emerald. ചുറ്റിലുമുണ്ട്, സിംഹാസനത്തിന് ചുറ്റിലും. നമ്മൾ സാധാരണ കാണുന്ന മഴവില്ല് പകുതിയുള്ളൂ, ഒരു ഹാഫ് സർക്കിള്. ഇവിടെ ഇത് ഫുൾ സർക്കിളില്ല. അതിന്റെ പൂർണ്ണതയെ നാം ഇവിടെ കാണുന്നു. മഴവില്ല് ബൈബിളിൽ ആരോട് ഉള്ള ബന്ധത്തിലാണെന്നും അർത്ഥം എന്താണെന്നും വിശദമാക്കാതെ തന്നെ നമുക്കറിയാമല്ലോ. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയോടും ഭൂമിയോടും, അതായത് ഭൂവാസികളോടും ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണത്. This rainbow is a sign of God's covenant or a covenantal relationship, or it is a sign of a pledge of faithfulness, okay, and a pledge of protection. മഴവില്ല് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം അത് കാണുന്നത്. 9-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. അലിസാൻഡി വായിച്ചോ പ്ലീസ്. Genesis chapter 9, 13 to 17. I do set my bow in the cloud, and it shall be for a token of a covenant between me and of the earth. And it shall come to pass, when I bring a cloud over the earth, that the bow shall be seen in the cloud. And I will remember my covenant which is between me and you, and every living creature of all flesh. And the waters shall no more become a flood to destroy all flesh. And the bow shall be in the cloud, and I will look upon it, that I may remember the everlasting covenant between God and every living creature of all flesh that is upon the earth. And God said unto Noah, this is the token of the covenant which I have established between me and all flesh that is upon the earth. Praise God. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല. ജലപ്രളയം കഴിഞ്ഞു. നോഹയും പെട്ടകത്തിൽ ഉള്ളതൊക്കെ പുറത്തു വന്നു. നേരത്തെ ദൈവം പറഞ്ഞിരുന്നത് പോലെ ശുദ്ധിയുള്ള പക്ഷിമൃഗാദികളിൽ ചിലതിനെ നോഹ ദൈവത്തിന് യാഗം കഴിച്ചു, ദൈവത്തോട് പ്രാർത്ഥന ചെയ്തു. ആ സമയത്ത് ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയാണത്. Covenant. It's a covenant not only with Noah or his family, or even not only with humanity, but it says, the very verse 13 said, a covenant with the earth. അല്ലേ? നോഹയോട് മാത്രമോ നോഹയുടെ കുടുംബത്തോട് മാത്രമോ മനുഷ്യജാതിയോട് മാത്രമോ ദൈവം ചെയ്തതായിരുന്നില്ല ഉടമ്പടി. സ്തോത്രം. പിന്നെ ഭൂമിയോട് ദൈവം, സകല ഭൂവാസികളോടും ഭൂമിയിലുള്ള സകലത്തോടുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിരുന്നു. It was a sign of a pledge, sign of a covenant, a treaty that God had made with the earth.
ഭൂമിയുമായും ഭൂമിയിലുള്ള സകലവുമായും ദൈവം ചെയ്ത ഒരു ഉടമ്പടിയുടെ അടയാളം. So it's a sign of a covenant of providence, a sign of a covenant of protection. ദൈവത്തിന്റെ കരുതലിന്റെയും ദൈവിക സംരക്ഷണത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമാണ് ഈ മഴവില്ല്. ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലും, അതും പച്ച നിറത്തിൽ ഉള്ള മരതകത്തോട് തുല്യമായ ഒരു വില്ല്. അതായത് ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ഉടമ്പടികളെ ഓർക്കുന്നു. ദൈവം തൻ്റെ ഉടമ്പടികളെ ലംഘിക്കുന്നില്ല. ദൈവം പ്രത്യേകിച്ച് മനുഷ്യരോട് ക്രിസ്തു മൂലം ചെയ്ത ഉടമ്പടികൾ അത് നിത്യമായി ദൈവം പാലിക്കും എന്നതിൻ്റെ അടയാളമായി നമുക്ക് ഇതിനെ കാണാം ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ. When we see this rainbow encircling the throne of God, even in heaven, we can understand that God eternally remembers his covenant made with his people. If the Lord is faithful in abiding with the covenant he made with the creatures, how much more will he be faithful in his covenant with his chosen ones? സ്തോത്രം. അതാണ് ഇവിടെ വില്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മഴവില്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രീൻ അഗെയിൻ സ്റ്റാൻഡ്സ് ഫോർ ദ എർത്ത്. അവിടുത്തെ പച്ച നിറവും ഹരിതലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഭൂമിയുടെ പ്രതിനിധിയായിട്ടാണ് ആ പച്ച നിറം അവിടെ കാണുന്നത്. ഗ്രീൻ വേൾഡ്, ഹരിതലോകം, സൃഷ്ടി, ഭൂമി, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ഉടമ്പടികളെല്ലാം തന്നെ ഭൂമിയും ഭൂവാസികളുമായും ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. ദൂതന്മാരുമായിട്ടൊന്നും ദൈവം ഇതുപോലെയുള്ള ഉടമ്പടികളിൽ ഏർപ്പെട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ. വല്ലതും നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ അറിയാവുന്നതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ദൈവം ചെയ്ത ഉടമ്പടികളെല്ലാം തന്നെ ഭൂമിയും ഭൂവാസികളുമായും ബന്ധപ്പെട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടുള്ളത്. ഇവിടെ അതുതന്നെയാണ് കാട്ടുന്നത്. സ്തോത്രം. ദൈവം തൻ്റെ ഉടമ്പടികളെ വിശ്വസ്തയോടെ പാലിക്കുന്നു. സ്തോത്രം. ഒരിക്കൽ പുരാതന ലോകത്തെ ദൈവം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു. രണ്ടാമത് ഭൂമിയെ ദൈവം ജലപ്രളയം കൊണ്ട് ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് ദൈവം ഉടമ്പടി ചെയ്തു ഭൂമിയുമായി, ഇനിയും ഒരിക്കലും ഭൂമിയെ മുഴുവനും പ്രളയജലം കൊണ്ട് നശിപ്പിക്കുകയില്ലെന്ന്. ഭൂമിയെ മുഴുവനും അതിനുശേഷം ഇതുവരെ പ്രളയം ബാധിച്ചിട്ടില്ല. ഭൂമിയെ മുഴുവനും, ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ.
എന്നാൽ പത്രോസ് പറയുന്നു, ഇനിയും ഈ ലോകത്തെ കർത്താവ് ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് പ്രളയജലം കൊണ്ടല്ല, പ്രളയ അഗ്നി കൊണ്ടായിരിക്കുമെന്ന്. അഗ്നിപ്രളയം കൊണ്ടായിരിക്കും. നാം 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലാണത് കാണുന്നത്. അവിടേക്ക് പോകുന്നില്ല, ഒരു പാസിംഗ് റെഫറൻസ് ആയിട്ട് പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മനസ്സിലായി കാണുമല്ലോ. അതിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. സ്തോത്രം. 4-ാമത്തെ വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. നടുവിൽ ദൈവത്തിന്റെ സിംഹാസനം. God and his throne in the middle. ദൈവസിംഹാസനം നടുക്ക്. ദൈവസിംഹാസനത്തിന്റെ ചുറ്റും 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ 24 പേരുടെയും തലയിൽ ഇരിക്കുന്ന 24 കിരീടങ്ങൾ. 24 സിംഹാസനങ്ങൾ, 24 മൂപ്പന്മാർ, അവരുടെ തലയിലെ 24 സിംഹാസനം, കിരീടങ്ങൾ, crowns. So God's throne is encircled by 24 thrones of elders, sitting on them, crowned in glory. അവർ വെള്ള ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. They are human beings. ഇവർ ദൂതന്മാരല്ല, മനുഷ്യരാണ്. മനുഷ്യരുടെ പ്രതിനിധികൾ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. They are representatives of human race. അവര് ദൂതന്മാരല്ല. സ്തോത്രം. They are not angels. പകരം 2 പ്രധാനപ്പെട്ട സാധ്യതകളാണ് അവിടെ. ഒന്ന്, പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ, പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാർ. ഈ 2 12 പ്രാതിനിധ്യമാണ് ഇവിടുത്തെ 24-നുള്ളത്. അതായത് പഴയ നിയമ വിശുദ്ധന്മാരുടെയും പുതിയ നിയമ വിശുദ്ധന്മാരുടെയും പ്രതിനിധികൾ എന്നർത്ഥം. സ്തോത്രം. രണ്ടാമതൊരർത്ഥമുണ്ട്. ദാവീദിന്റെ കാലത്ത് ദേവാലയ ശുശ്രൂഷയ്ക്ക് കൂറുകൾ അല്ലെങ്കിൽ ക്രമങ്ങളെ നിയമിച്ചു. എത്ര കൂറുകളായിട്ടായിരുന്നു? നമുക്കറിയാമായിരിക്കുമല്ലോ. 24. സ്തോത്രം. അതുകൊണ്ട് ചിലർ ചിന്തിക്കുന്നത് ഈ 24 മൂപ്പന്മാർ
ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന പുരോഹിതന്മാരുടെ പ്രതിനിധികളാണ്. അവര് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ തന്നെ ആകണം എന്നില്ല. കാരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ഇനിയും വരുന്നുണ്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക്, അവിടെയും നാം കാണുന്നു യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും മനുഷ്യരെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞാട്ടെ. പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി. പിതാവായ ദൈവത്തിന് അവരെ പുരോഹിതന്മാരും രാജ്യവും അഥവാ രാജാക്കന്മാരും ആക്കി വെച്ചുമിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിന്റെ 24 കൂറുകൾ തന്നെ വേണമെന്നോ പഴയ നിയമ പുരോഹിതന്മാരായിരിക്കണമെന്നോ നിർബന്ധമില്ല. പുതിയ നിയമ സഭയെയും യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് നിയമിച്ചാക്കിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന് രാജ്യവും അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ്. നമ്മൾ ഇന്ന് ആരാണ്? രാജകീയ പുരോഹിത വർഗം. സ്തോത്രം. രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ളതിനെ പത്രോസ് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, രാജകീയ പുരോഹിത വർഗം. ആ പൗരോഹിത്യ ശുശ്രൂഷ നമ്മുടേത് ഈ ലോകത്തിലെ നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് തീരുമോ? ഇല്ല. ഇല്ല. സ്തോത്രം. നാം പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് 1-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചിരുന്നു, ഓർമ്മ കാണുമെന്ന് കരുതുന്നു. ഏതായാലും ഞാൻ ആവർത്തിക്കുന്നില്ല. 1-ാം അധ്യായം 6-ാമത്തെ 5ഉം 6ഉം വാക്യങ്ങൾ നാം പഠിച്ചപ്പോൾ പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ അവകാശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് ഒത്തിരി വിവരിച്ചില്ലെങ്കിലും പറഞ്ഞു വിട്ടിരുന്നു, ഓർമ്മ കാണും നിങ്ങൾക്ക്. അതിൽ പല ശുശ്രൂഷകളും ഈ ലോക ജീവിതം കൊണ്ട് ചെയ്തു തീരുന്നതാണെങ്കിലും നാം നിത്യതയിൽ എത്തിയാലും പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷ തുടരും. ഏത് ശുശ്രൂഷ? പൗരോഹിത്യ ശുശ്രൂഷ. ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏത് ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് അവിടെ? ധൂപക്കുറ്റി വീശിയായിരിക്കുമോ? അതെ, സ്തോത്രയാഗം അർപ്പിക്കുക അഥവാ വർഷിപ്പ്, ആരാധിക്കുക. സ്തോത്രം. പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷ പലതുണ്ട്. അതിൽ ഒരു ശുശ്രൂഷ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവേശു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക അല്ലെങ്കിൽ തക്കവണ്ണം പുരോഹിത വർഗമായി പണിതു വരുന്നു. സ്തോത്രം. 4-ാം വാക്യാണല്ലോ അല്ലേ? 2:5 ആണ്. ഓക്കെ, സ്തോത്രം. 1 Peter chapter 2 and verse 5. ഇംഗ്ലീഷിൽ 5-ാം വാക്യം തന്നെയാണോ? സ്തോത്രം. അതെ, ഓക്കെ. അപ്പോൾ നാം ക്രിസ്തുവേശു മുഖാന്തരം പിതാവായ ദൈവത്തിന്
പ്രസാദകരമായ ഏത് യാഗമാണ്? ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായി പണിത് വരിക. ആ സ്തോത്രയാഗം, ആത്മീയ യാഗം, ആരാധന എന്ന യാഗം ഒക്കെ കഴിക്കുന്നത് ഇവിടെ മാത്രം കൊണ്ട് തീരുമോ? ഇല്ല, നിത്യത മുഴുവനും അത് തുടരും. സ്തോത്രം. അപ്പോൾ ഈ രണ്ട് പ്രധാന സാധ്യതകളാണ് ഇവിടുത്തെ 24 മൂപ്പന്മാർ എന്നുള്ളത്. പഴയ നിയമ, പുതിയ നിയമ വിശുദ്ധന്മാരുടെ 12 വീതമുള്ള പ്രതിനിധികൾ എന്ന ഒരു വ്യാഖ്യാനവും, 2 പഴയ നിയമത്തിലെ ദേവാലയ ആരാധനയിൽ 24 കൂറുകളായി പുരോഹിത ശുശ്രൂഷയെ തിരിച്ചതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്താൽ തൻ്റെ രക്തത്താലും നമ്മെ വീണ്ടെടുത്ത് പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി വച്ചിരിക്കുകയാൽ നിത്യത മുഴുവനും നാം ദൈവത്തിന് പുരോഹിതന്മാരും രാജാക്കന്മാരുമായി തുടരും. ആ ശുശ്രൂഷയെ കാണിക്കുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികളായിട്ടും ഈ 24 മൂപ്പന്മാർ നിലനിൽക്കുന്നു. ഇവർ മനുഷ്യരാണ്, ദൂതന്മാരോ മറ്റ് സൃഷ്ടികളോ അല്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. സ്തോത്രം. മനുഷ്യർക്ക് എത്ര വലിയ പദവിയാ പാസ്റ്റർ ഇത്? 24 മൂപ്പന്മാരായിട്ട് സിംഹാസനത്തിൽ ഇരിക്കാൻ കിട്ടുമെന്ന് പറയുന്നത് വലിയ പദവിയല്ലേ അത്? തീർച്ചയായിട്ടും ആ സിംഹാസനത്തെക്കുറിച്ചും കിരീടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം, ദൈവം അനുവദിക്കുന്നെങ്കിൽ. തീർച്ചയായും അതും എവിടെ? ദൈവ സിംഹാസനത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം. ഓർമ്മ കാണുമല്ലോ, ലവോദിക്യ സഭയോട് യേശു കർത്താവ് പറഞ്ഞ കാര്യം, ജയിക്കുന്നവന് ഞാൻ എന്ത് കൊടുക്കുമെന്ന കർത്താവ് ലവോദിക്യ സഭയോട് പറഞ്ഞത്? എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്ന. സ്തോത്രം. കർത്താവിനോട് കൂടെ കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ. യേശുക്രിസ്തു യോഹന്നാൻ 12:26 പറഞ്ഞത് ഓർമ്മ കാണും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നോട് കൂടെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കും, എൻ്റെ പിതാവ് അവനെ മാനിക്കും. വെറും മൺകീടങ്ങളായ നമുക്ക് എത്ര വലിയ പദവിയാണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. സ്തോത്രം. ഒരിക്കലും ഇത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. ഈ വലിയ സാധ്യതയാണ് നമുക്കുള്ളത്. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും സാധ്യതയല്ല ക്രിസ്തുവിൽ നമുക്കുള്ളത്. നമുക്ക് ഒരു വിദേശ യാത്രയ്ക്കോ വിദേശത്തെവിടെയെങ്കിലും പോയി സെറ്റിലാകാനോ വലിയ പദവികളും പണവും ജോലിയും ഈ ലോകത്തിലെ ശ്രേഷ്ഠതകളും സമ്പാദിക്കുവാനും ഒക്കെയുള്ള സാധ്യതകളല്ല യേശുവിൽ നമുക്കുള്ളത്. ദൈവത്തോടു കൂടെ നിത്യത മുഴുവനും സിംഹാസനങ്ങളിൽ ഇരിക്കുവാൻ വരം ലഭിക്കുക. സ്തോത്രം. വേറെ എന്തു വേണം? നമ്മുടെ സ്വപ്നം അതാകട്ടെ. ലെറ്റ് ഇറ്റ് ബി അവർ ഫാസിനേഷൻ, ലെറ്റ് ഇറ്റ് ബി അവർ ഡ്രീം, ലെറ്റ് ഇറ്റ് ബി അവർ ത്രിൽ. നമ്മെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളായി ഇവകളൊക്കെ തീരട്ടെ. സ്തോത്രം. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.